പക്ഷെ മനുഷ്യന് വെറും വൃത്തികെട്ടതാണ്. ഇത്രയും മാന്യനായ VS അച്യുതാനന്ദ മനുഷ്യനെ കാമഭ്രാന്തന് വിളിച്ചാണ്. ഇതെല്ലാം മനുഷ്യന്റെ പൊതുജനം കഴുതുകയാണ്. രാഷ്ട്രീയക്കാരും സിനിമാക്കാരെല്ലാം ആളുകളെ പറ്റിക്കുകയാണ്. പല ആൾക്കാരും നിന്നു കൊടുക്കുകയാണ്. മറ്റേ ഗണേഷ് കുമാറിന്റെ വാർത്തയെ കുറിച്ചിട്ട് എന്താ പറയുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മന്ത്രിയുടെ കഴിവെല്ലാം ഉണ്ട്, പല കഴിവെല്ലാം ഉണ്ട്. പക്ഷേ ബേസിക്കലി ഒരു വസലനായ ആളാണ്. എന്താണ് വൈഫ് എന്തോ പരാതി കണ്ടു, രണ്ടാമത്തെ വൈഫ് പരാതി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വൈഫ് ഒന്നല്ല. ഇങ്ങനെയുള്ള ആൾക്കാർ എന്തിനാ കല്യാണം കഴിക്കുന്നത്? എന്ത് പ്രശ്നം എന്തായിരുന്നു ആക്ച്വലി? രണ്ടാമത്തെ ഭാര്യ ഇയാളെ കാണാത്ത രീതിയിൽ കണ്ടുപോകുന്നു. വളരെ മോശമായ രീതിയിൽ. ഇയാൾ അങ്ങനത്തെ പണ്ട് സിനിമയിൽ കയറി പോലും പെണ്ണുങ്ങളൊപ്പം നടക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അവൻ്റെ മമ്മൂട്ടി ഇയാളെ അടുപ്പിക്കാറുണ്ട്. മമ്മൂട്ടി കത്ത വഷളന്മാരെ അടുപ്പിക്കാറില്ല. കഴിവുള്ള ആളാണ്. പക്ഷേ മിനിസ്റ്റർ കഴിവുള്ള ആൾ തന്നെയാണ്. അല്ല, ഫാദറും കഴിവുള്ള മനസ്സിലായിരുന്നു. നല്ലൊരു ഇലക്ട്രിസിറ്റി വൈദ്യുതി മന്ത്രിയായിരുന്നു. നല്ലൊരു മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യനൊന്നുമല്ല. അല്ലാതെ ജീസസ് ക്രൈസ്റ്റിൽ പറയാൻ എന്തൊക്കെ പറഞ്ഞു നടക്കണ്ടായല്ല. നല്ല മനുഷ്യനൊന്നുമല്ല. പക്ഷെ കഴിവുള്ള ആളാണ്. KSRTCയിൽ പല പോസിറ്റീവ് കഴിഞ്ഞിരുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയക്കാരൻ കഴിവുണ്ട്. പക്ഷെ ആക്ടർ വലിയ കഴിവൊന്നുമില്ല. പക്ഷെ രാഷ്ട്രീയക്കാരൻ പക്ഷെ മിനിസ്റ്ററിലെ കുറേ കാലം ചെയ്തിട്ടുണ്ട്. അല്ല, ഞാനില്ലേ മനുഷ്യന് വെറും വൃത്തികെട്ടതാണ്. ഇന്ന് പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയിണ്ടായിരുന്നു. അപ്പോൾ പുള്ളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി ആൾക്കാർ പറഞ്ഞ് അന്ന് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഉമ്മൻചാണ്ടിനെ കുത്തി നോവിച്ച ആളാണ് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞത്. മാത്രമല്ല, VS അച്യുതാനന്ദനെ കാമഭ്രാന്തനെ വിളിച്ചാണ്. ഇത്രയും മാന്യനായ VS അച്യുതാനന്ദ മനുഷ്യനെ കാമഭ്രാന്തനെ വിളിച്ചാണ്. ഇപ്പം ആരാണ് കാമഭ്രാന്തൻ മനസ്സിലായില്ല. മറ്റേ ഉമ്മൻചാണ്ടിയുടെ ആ സോളാർ കേസ് മുന്നിലുള്ള ഇയാളെ കളിച്ചിരിക്കുന്നത്. ഇത്രയും പ്രായമുള്ള ആ ഒരു മാന്യ മനുഷ്യനായാലും എന്ത് ചെയ്യാനാണ്? എന്തൊക്കെയാണ് ഉപദ്രവിക്കുന്നത്? അതെല്ലാം തിരിച്ച് കിട്ടും. കർമ്മ എന്ന് പറയും. ഈ ചെയ്തതെല്ലാം തിരിച്ച് കണ്ടുപോയിരിക്കും. ഉമ്മൻചാണ്ടി ഉപദ്രവിക്കേണ്ട വല്ല ആവശ്യമില്ല. 10-50 വയസ്സിൽ ആ മനുഷ്യനെ വെച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന മാന്യനായ VS അച്യുതാനന്ദനെ കാമഭ്രാന്തനെ വിളിച്ചാണ്. അതിൻ്റെ കാര്യമില്ല, നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം അയാളുടെ മോഹൻലാലിൻ്റെ ഫാദർ പുള്ളിയുടെ ഫാദറിൻ്റെ ലോ സെക്രട്ടറി ആയി. അതുകൊണ്ടാണ്. ഈവന് ഈ മല്ലിക സുകുമാറിൻ്റെ പണ്ടുള്ളത് ഈവൻ സുകുമാരനാണ് ആക്ച്വലി പുള്ളിയെ കൊണ്ടുവന്നത്. സുകുമാരൻ പൃഥ്വിരാജിൻ്റെ അപ്പനാണ് ഗണേഷ് കുമാർ സിനിമയിൽ കൊണ്ടുവന്നത്. എന്നിട്ട് അവസാനം പൃഥ്വിരാജ് കൊണ്ട് പണി വെച്ച ആളാണ് ഗണേഷ് കുമാർ. അത് മല്ലിക സുകുമാർ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. വലിയ നടന്നൊന്നല്ല. പക്ഷേ KSRTC ആയപ്പോൾ ഇപ്പോഴും പണ്ടെല്ലാം ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യ ഒരു ക്യാരക്ടർ ഇല്ലാത്ത ആളാണ്. ആളെന്താ മാധ്യമങ്ങളോട് പറഞ്ഞത്? ഗോസിപ്പ് വരാൻ അന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരു നാണോ ഉടുപ്പില്ലാത്ത വർത്താനമാണ്. ഒരു നാണോ ഉടുപ്പില്ലാത്ത വർത്താനം പറയാനുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ വലിയ എന്തെങ്കിലും ഹോർമോണൽ ട്രീറ്റ്മെൻറ്റോ എന്തെങ്കിലും എടുക്കണം. എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇത് ലൈംഗികത കൂടിപ്പോയിട്ടാണ് അവസ്ഥയാണ്. ബോജിക്കൽ സംഭവിച്ച അതാണ്. മറ്റൊരു രാഹുൽ മാങ്കൂട്ടത്തിലാണോ? രാഹുൽ മാങ്കൂട്ടല്ല, ഈ കേസാണ്. എങ്ങനെ ആൾക്കാർ അവരെ കളിയാക്കിയിട്ട് കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുക ചെയ്യണ്ട. ഹൈപ്പർ സെക്സ്വാലിറ്റി കൂടി പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് കുറ്റമറ്റ കാര്യമില്ല. പക്ഷെ അങ്ങനത്തെ ആൾക്കാർ കല്യാണം കഴിക്കരുത്. പ്ലേ ബോയ് അല്ലെങ്കിൽ ഒരു വുമണൈസറാണെങ്കിൽ അങ്ങനെ നടക്കണം. കല്യാണം കഴിക്കരുത്. പിന്നെ പിള്ളേരെ ഭാര്യയിൽ പലതരം ബാധിക്കില്ലേ? ചിലർക്ക് ഇത് കുറവാണ്, ചിലർക്ക് ഇത് ആവശ്യമില്ല, ചിലർക്ക് ഇത് കൂടുതലാണ്. ഇങ്ങനത്തെ ആൾക്കാർ രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ ഗണേഷ് കുമാർ, ഇങ്ങനത്തെ ഒരു ബോജെ, ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇത് കുറച്ച് കൂടുതലാണ്. ബോജയില്ലേ പണ്ട്? ബോജെന്ന് അറിയില്ലേ? ബോച്ചെ എല്ലാം ഇതാണ് കേസാണ്. ബോജെ പണ്ടേ മറ്റേ ഹണിറോസ് ഇത് പറഞ്ഞില്ലേ? ഇവർക്കെല്ലാം ഇത് പ്രശ്നമാണ്. അത് അവരുടെ വീക്ക്നെസ്സാണ്. അവർ കുറ്റപ്പെട്ട കാര്യമില്ല, വീക്ക്നെസ്സാണ്. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ സമൂഹത്തിൽ അരാജകത്വം വരും. ഇങ്ങനത്തെ ആൾക്കാർ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവരെ കുറ്റപ്പെട്ട കാര്യമില്ല. ഹോർമോണൽ അബിയറിൽ ഈ അഭിലാഷാട്ടയെ കാണിച്ചു കൊടുക്കുന്നത് അതൊക്കെയാണ്.